ബെൻസ് ബസ്സെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ നമ്മ അടുത്തേക്ക് പോകുന്നു. നമ്മളിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വന്ന ജയറാം. അതെ, ജയറാം ചെലവെല്ലാം തരാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, 4 അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നമ്മളീ നോർമൽ സ്പീഡിലാണ് പോകുന്നത്. 16 പോകുന്നില്ല ഈ തണ്ടി. ഇത് കോൺവെന്റ് ജംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞാല് ചില സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ട്രാഫിക്കാണ്. പാലം കഴിഞ്ഞു. ചെക്കൻ വണ്ടി പറപ്പിക്കുന്നുണ്ട്. നമ്മള് ആലങ്കിയിലെത്തി. ഇതാ വണ്ടി നേരെ പോകുന്നു. ഈ റോഡ് നേരെ കയ്യൂരേക്ക് കേറിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. ശ്രീത്ത് നീലായി, അവരൊരു വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. നമ്മളെ ഫ്രണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നല്ല നല്ല ഫോട്ടോസ് കാണാം. കാരന് പോകുന്ന വഴിക്ക് കണ്ടുമുട്ടിയാണ്. അവരെ കാറാണ്. കിട്ടി ആ സ്റ്റോപ്പ് കഴിയാണ് നമ്മളെ സ്വന്തം. ഗൈസ്, കുട്ടപ്പനെത്തി. ഇത് പാട്ടി ഗ്രാമമാണ്. അങ്ങനെ നമ്മ ചായോത്ത് എത്തുകയാണ്. ബസാർ, ചായോത്ത് സ്കൂള്, സ്വന്തം ചായോത്ത് സ്കൂള്. നമുക്ക് ഒരാളും കൂടെ ഇനി കയറാനുണ്ട്. ചായോത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചായോത്ത് നിന്ന് നമ്മ കയ്യൂര് റോഡ് പിടിക്കുകയാണ്. വണ്ടി നമ്മളെ മുമ്പിൽ പോയ വണ്ടി ഉണ്ട്. കയ്യൂർ റോഡിലേക്കാണ് കയറിയിട്ടുള്ളത്. നമ്മളെ മുമ്പിൽ ജയറാം, അതില് അനീഷ്, പ്രിയേഷ് ആൻഡ് ശ്രീഹരി, 4 കാറിലുണ്ട്. നമ്മളിപ്പോ കാത്തിക്കുന്നത് നമ്മളെ ഗോകുലിനെയാണ്. എവിടെ ഇല്ലെന്നൊന്ന് വിളിച്ചു നോക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ കലിപ്പനാണ് ജയറാം. പ്രിയേഷ്, ഞാൻ നമ്മ പറഞ്ഞ ജയറാം ഇവന്റെ പാർട്ടിയാണ്. അതിനാണ് നമ്മള് ട്രാവൽ ചെയ്യുന്നത് തന്നെ. കൊറേ കാലത്തിന് ശേഷമാണ് നമ്മളെ കേരളത്തിൽ വരുന്നത്. അപ്പൊ ആ റോഡ് കണ്ടിട്ട് അതിശയപ്പെട്ടിരിക്കുകയാണ്. ആണോ, എന്താ റോഡ് അത്? വെറുതെ ഇറങ്ങിയതാ. ഇവന്റെ ചെലവ് ഇല്ല. ഇവനാണ് നമ്മ കാത്തുന്നത്. ഇവനാണ് ലവൻ. നമ്മ രണ്ടാമത് കാത്തുന്നു. ഇവൻ വണ്ടി ഓടിച്ച് വെച്ചിട്ട് വേണം. അംഗസംഖ്യ കറക്റ്റായി. എല്ലാരും വന്നു. ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് പെൻഷൻ മുക്ക്. നമ്മളെ പിന്നെ കയ്യൂരെ പോകുന്ന വഴിക്കുള്ള പെൻഷൻ മുക്ക്. പണ്ട് ഇവിടുന്നാണ് പെൻഷൻ ഒക്കെ കൊടുത്തോണ്ടുണ്ടായത്. കയ്യൂരിന്റെ മനോഹാരിത ഒപ്പിയെടുക്കാൻ നോക്കുകയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മളെ കയ്യൂര്. എല്ലാവർക്കും അറിയായിരിക്കും. പാലത്തിലേക്ക് എത്തുന്നു. കയ്യൂര് രക്തസാക്ഷി ഇങ്ങളെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് കയ്യൂര്. അരയാക്കടവ് പാലത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലം എത്തും ഇപ്പൊ. ഇത് പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. കുറെ മറ്റേ വവ്വാലുകളുള്ള ഒരു മരമുണ്ട്. ഇതാണ് അരയാക്കടവ് പാലം. കയ്യൂരിന്റെ സൗന്ദര്യം എന്താണ്? കൊറേ ആളുണ്ട്. മീൻ പിടിക്കാനല്ല അറിയില്ല. അവനാണല്ലോ സ്റ്റിക്ക് എടുത്തിട്ട് മീൻ പിടിക്കുന്നത്. നമ്മളെ പോലെ മറ്റേ ചൂണ്ടൽ കണ്ണി എടുത്തിട്ടല്ല. നമ്മളെ ചീമേനി ടൗണിലെത്താണ്.
ചീമേനി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഗ്രാമത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു ടൗൺ. ഏറ്റവും കൂടുതൽ വികസിച്ച് വരുന്ന ഒരു സ്ഥലമാണ് അത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൗൺ. പ്രശസ്തമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രമെല്ലാം ഉണ്ട് ഇവിടെ. ചീമേനി സ്കൂള് GLP സ്കൂളാണ്. GLP അല്ല, GHSS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. ഏത് പോലീസുകാരനും തെറ്റു പറ്റൂടാ. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചീമേനിയിലാണ്. പേര് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്, പക്ഷെ അത് ചീമേനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ. പള്ളിപ്പാറയിലേക്കുള്ള വഴിയാണ്. നമ്മ ഉദ്ദേശിച്ച സ്ഥലം എത്തി ഗൈസ്. ഇത് ഭയങ്കര ആൾക്കാര് ഫാമിലി അടക്കമുള്ള കള്ള് ഷാപ്പാണ്. ഇവിടെ വന്ന് മൺകുട്ടി